ഇന്ന് വിപണിയിൽ പോയ വാരം നേരിട്ട് നഷ്ടം നികുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. പല അനുകൂല കാരണങ്ങളും ഇന്നത്തെ റാലിക്ക് കാരണമായിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ സെൻസെക്സ് 2537 പോയിന്റ് ഉയർന്ന് 81,991.75 നിഫ്റ്റി 798 പോയിന്റിന്റെ നേട്ടത്തിൽ 24,806 എന്ന ലെവലിലും എത്തി. ഇന്ന് BSE ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 11.1 ലക്ഷം കോടി രൂപയാണ് ഉയർന്നിരിക്കുന്നത്. 4 ദിവസത്തെ തീവ്രമായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ശേഷം വാരാന്ത്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ എത്തിയത് തന്നെയാണ് സൂചികകൾക്ക് കരുത്ത് പകർന്നിരിക്കുന്നത്. പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ശക്തമായ മുന്നേറ്റം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3.5% നേട്ടത്തിൽ ഓപ്പൺ ചെയ്ത KSE 100 സൂചിക 9% കുതിച്ചു. കഴിഞ്ഞ 3 സെഷനുകളിൽ 1.5% ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. 24,200 കൈവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം US ചൈന രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്. ഇന്ന് ഏഷ്യൻ സൂചികളെല്ലാം തന്നെ 1% മുന്നേറ്റത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. ജിയോ പൊളിറ്റിക്കൽ സംഘർഷം കുറയുന്നു എന്ന സൂചനകൾ വിപണികൾക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്ന് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. USഉം UKയും തമ്മിലുള്ള വ്യാപാര കരാർ പ്രഖ്യാപനവും വാരാന്ത്യത്തിൽ സ്വിറ്റ്സർലൻഡിൽ USഉം ചൈനീസ് ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളുമാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാരണം നോക്കാം. ആഭ്യന്തര ഇൻസ്റ്റിറ്റ്യൂഷൻ നിക്ഷേപകർ വിപണിയിൽ വലിയ പിന്തുണ നൽകുന്നുവെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതിമാസം SIP ഇൻഫ്ലോ ഏപ്രിൽ മാസത്തിൽ റെക്കോർഡിൽ എത്തിയിട്ടുണ്ട്. 26,632 കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം വെച്ച് നോക്കുമ്പോൾ 2.72% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. SIP വഴിയുള്ള അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 13.9 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ SIP ഇൻഫ്ലോ 45.24% വർദ്ധിച്ചത്. 2018 സാമ്പത്തിക വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ വളർച്ചയാണ് ഇത്. ഇന്ത്യയുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തിയതായാണ് നാലാമത്തെ കാരണം. ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മോർണിംഗ് സ്റ്റാർ DBRS ആണ് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾ ബി ലോയിൽ നിന്നും BBB സ്റ്റേബിൾ എന്ന റേറ്റിംഗിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഘടകങ്ങൾ മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണിത്. ആഗോളതലത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോഴും ഇന്ത്യ ശക്തമായി തുടരുന്നു എന്നതിന്റെ സൂചനയാണിത്. വിപണിയിൽ സൂചികൾ മികച്ച തുടക്കമാണെന്ന് നൽകിയിരിക്കുന്നത്. വിപണിയുടെ റാലിയിൽ വലിയ പിന്തുണ സൂചികൾ കാണിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാന സൂചികളും പച്ചയിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചത്. ഫാർമ, ഹെൽത്ത് കെയർ സൂചികൾ മാത്രമാണ് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി റിയൽറ്റി, നിഫ്റ്റി PSU ബാങ്ക് സൂചിക, ഓട്ടോ, IT സൂചികളൊക്കെ തന്നെ 4%, 3% ഒക്കെ നേട്ടം നിലനിർത്തിയിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലും ഇതേ സ്ഥിതി കാണാം. 3%-ലധികം കുതിപ്പാണ് സൂചികൾ കണ്ടത്. നിഫ്റ്റി ബാങ്ക് സൂചിക 1,500 പോയിന്റിലധികം നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് 24,800 മറികടക്കുന്ന ഒരു സാഹചര്യം ഇൻട്രാഡേയിൽ ഉണ്ടായി. നിഫ്റ്റി 50-ലെ 48 ഓഹരികളും നേട്ടത്തിൽ തന്നെയാണ് തുടരുന്നത്. അദാനി എന്റർപ്രൈസ്, ശ്രീറാം ഫിനാൻസ് ഓഹരികൾ 8% മുന്നേറിയിട്ടുണ്ട്. ട്രെൻഡ് ഓഹരികൾ 5% നേട്ടവും കൈവരിച്ചിരുന്നു. ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, HCL ടെക്, എറ്റേണൽ, ഇൻഫോസിസ് ഓഹരികൾ 4%-ലധികം നേട്ടവും പ്രകടമാക്കിയിരുന്നു. അദാനി പോർട്സ്, ആക്സിസ് ബാങ്ക്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ബജാജ് ഫിനാൻസ്, NTPC ഓഹരികൾ 3 മുതൽ 4% വരെ കുതിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നും $2 ബില്യൺ ഓർഡർ കരസ്ഥമാക്കിയതിനെ തുടർന്ന് അദാനി പവർ ഓഹരികളും 7% ഉയർന്നു. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സൂചികളിൽ ഒരു ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. വീക്കിലി ചാർട്ടിൽ ലോങ് ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ 24,200 താഴെ തന്നെ തുടരുകയാണെങ്കിൽ നിഫ്റ്റിയിലും 80,000 താഴെ തുടർന്നാൽ സെൻസെക്സും ദുർബലമായി തുടരുമെന്നാണ് അനലിസ്റ്റുകൾ അനുമാനിച്ചിരുന്നത്. എന്നാൽ ഈ ലെവലുകൾ ബ്രേക്ക്ഔട്ട് ചെയ്തുകൊണ്ടുള്ള റാലി പുൾ ബാക്കിന് സഹായിക്കുമെന്നും കരുതിയിട്ടുണ്ട്. നിഫ്റ്റിക്ക് 24,500 മുകളിലും സെൻസെക്സിന് 80,000 മുകളിലും ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഈ ഒരു മൊമെന്റം തുടർന്നാൽ 25,000 എന്ന ലെവലിലേക്കും 82,500 എന്ന ലെവലിലേക്കും എത്തുന്നതിന് കാരണമാകും. ഇന്ത്യ വിക്സ് 19% കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ 15% കുറഞ്ഞ് 18.35 എന്നൊരു ലെവലിലാണ് തുടരുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പും മറ്റൊരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ട്രേഡ് ടെൻഷൻസ് കുറയുന്നു എന്ന റിപ്പോർട്ടുകൾ മൂലം ക്രൂഡ് വില ഇന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ റാലി മാർക്കറ്റ് സെന്റിമെന്റ്സ് മെച്ചപ്പെട്ടതിന്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. എന്നാൽ ഈ ഒരു വെടിനിർത്തൽ കരാറിന്റെ കാലാവധി എത്ര നാളിലേക്ക് തുടരുന്നുവെന്നും മറ്റ് ഗ്ലോബൽ ഡെവലപ്മെന്റ്സും വിപണികളെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. നിലവിലെ വിപണിയുടെ പാറ്റേൺ അസ്ഥിരവും വോളറ്റൈലുമാണെന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് നടത്തുന്നതാണ് ഷോർട്ട് ടേം നിക്ഷേപകർക്ക് ഉചിതമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാക്രോ തലത്തിൽ CPI ഡാറ്റകൾ നാളെ വരാനിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടും വിപണിയിൽ സ്വാധീനിച്ചേക്കാം.